ഇത് നമുക്ക് ചില്ലി പൊട്ടറ്റോ ഉണ്ടാക്കുന്ന രീതി നോക്കാം. ചിലപ്പോൾ ഇതിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്, ഇത് എനിക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പാടില്ല. ഇതിലേക്ക് നമ്മളൊരു 3 ടൈപ്പ് സോസ് ചേർക്കുന്നുണ്ട്. ചിലപ്പോൾ ആ സോസ് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട വരുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇത് ബസ്മതി റൈസിന്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അല്ലെങ്കിൽ അപ്പിറ്റൈസർ ആയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതേന് റെഡിയാക്കാൻ. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഇങ്ങനെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഉരുളക്കിഴങ്ങ് തൊണ്ട് കളഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ വേണ്ടത് സവോളയാണ്. സവോള എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിയ സവോള എടുക്കുക. ഇപ്പോൾ കുറച്ച് ചെറിയ സവോളയാണെന്നുണ്ടെങ്കിൽ, ഒരു മീഡിയം സവോളയാണെന്നുണ്ടെങ്കിൽ ഒരു 2 സവോള എടുക്കുക. കാരണം സവോളയ്ക്കും കുറച്ച് കൂടുതൽ വേണം. സവോള ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അല്ലി പോലെ വിടർത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഇത് റെഡിയാക്കുന്ന സമയത്ത്, ഓയിലിലേക്ക് ഇടുന്ന സമയത്ത് അതിങ്ങനെ താനെ ഇങ്ങനെ അല്ലിയായിട്ട് ഇങ്ങനെ വിട്ടു പോകുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യരുത്, ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ മീഡിയം സവോള ആയതുകൊണ്ട് 2 മീഡിയം സവോളയാണ് എടുത്തത്. പിന്നെ ക്യാപ്സിക്കം ഞാനിവിടെ ഒരു മീഡിയം ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത്. അതും ഇതേപോലെ ഇങ്ങനെ കുറച്ച് വലുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ മല്ലിയില വേണം. ഞാനിവിടെ 2 ചെറിയ നല്ല എരിവുള്ള ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആ പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇതിലേക്ക് ഒരു 2 നുള്ളു പഞ്ചസാരയും ചേർക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കോൺഫ്ലവറാണ് വേണ്ടത്. ഈ ഉരുളക്കിഴങ്ങ് ഫസ്റ്റ് നമ്മൾ കോൺഫ്ലവറിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കും. പിന്നെ ഇത് കറിയാക്കുന്ന സമയത്തും ഇതിലേക്ക് നമ്മൾ കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടും ചേർക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങിന് ഒരു കോട്ടിങ് കൊടുക്കാനും വേണം. പിന്നെ ഇത് കറിയാക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ചേർക്കുക. അത് ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുക. അത് ഞാൻ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണിക്കാം. പിന്നെ ഇതിലേക്ക് ഈ സോസായിട്ട് ഞാനിവിടെ ചില്ലി സോസും എടുത്തിട്ടുണ്ട്, സോയാ സോസും എടുത്തിട്ടുണ്ട്, പിന്നെ കെച്ചപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ സോസായിട്ട് ഇത് 3 സോസാണ് വേണ്ടത്. ഇതെല്ലാവരും ഞാൻ റെഡിയാക്കുന്ന സമയത്ത് അതിങ്ങനെ ചേർക്കുമ്പോൾ ഓരോന്നിൻ്റെ അളവ് കറക്റ്റായിട്ട് പറയാം. അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഉരുളക്കിഴങ്ങിലേക്ക് കോൺഫ്ലവറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കുക. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ എടുത്തിടുമ്പോൾ ഉരുളക്കിഴങ്ങിന് അത്യാവശ്യം നല്ല നനവുണ്ട്. ഇനി അത് വെള്ളമൊന്നും തുടച്ച് കളയണ്ട. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിലുള്ള ഈ നനവ് കൊണ്ടാണ് ഈ കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കാം. ഞാനിവിടെ ഇങ്ങനെ ടേബിൾ സ്പൂണിലാണ് എടുക്കുന്നത്. അത് ഇതിൻ്റെ നല്ലൊരു കോട്ടിങ് വരണം, അതനുസരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കറക്റ്റ് ഇത്രയ്ക്കെന്നുള്ള ഒരളവില്ല. പക്ഷെ ഞാൻ ഇതിലേക്ക് എത്ര ചേർക്കണേ എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയാം. ഈ ഉരുളക്കിഴങ്ങ് ഓൾറെഡി നല്ല സ്റ്റാർച്ചാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺഫ്ലവർ ഇതിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടി ഒരു വെള്ളം നനവുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടിയും ചേർക്കാം. അത് ഈ വെള്ളം നനവ് പോയിട്ട് ഇതുമ്പോൾ നല്ലൊരു കോട്ടിങ് വരണം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ കോൺഫ്ലവർ ചേർക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ അതേപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ എല്ലായിടത്തായിട്ട് ഇങ്ങനെ ഇടുക, ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇടണ്ട്. അല്ലെങ്കിൽ നമുക്കത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിട്ട് വരും. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു തിക്ക് കോട്ടിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഏകദേശം 6 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഓയിൽ ചേർക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ഓയിലായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്.
ഇതിലേക്ക് ഈ ഉരുളൻകിഴങ്ങ് ചേർക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഒരു സൈഡ് പതുക്കെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡും തിരിച്ചിടാം. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കാം. ഇതേപോലെ ഇങ്ങനെ മൊരിച്ചിട്ട് എടുക്കുമ്പോൾ കുറേ നേരം ഇട്ടിട്ട് അങ്ങോട്ട് ഉരുളൻകിഴങ്ങ് മൊരിക്കണ്ട. കുറേ നേരം ഇട്ടിട്ട് മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് വരും. ഉള്ളിലൊന്നും ഒട്ടും സോഫ്റ്റ് ആയിട്ട് ഇരിക്കില്ല. അതിപ്പോൾ എന്ത് സാധനമായിരുന്നാലും അങ്ങനെ തന്നെ. നമ്മൾ കുറേ നേരം ഇട്ടിട്ട് മൊരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചൂട് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ മോയ്സ്ചറൊക്കെ അങ്ങോട്ട് പോയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് വരും. അത് ചിക്കനായിരുന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരെയും വേണം, ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവുകയും വേണം. ഇനിയിപ്പോൾ നമ്മൾ കുറേ നേരം ഇട്ട് മൊരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉരുളൻകിഴങ്ങൊക്കെ അങ്ങോട്ട് മൊരിഞ്ഞ് ഭയങ്കര ചെറുതായിട്ടിങ്ങനെ വരും. അപ്പോൾ അത് കഴിക്കുമ്പോൾ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി കോൺഫ്ലോറൊക്കെ ആയിരുന്നാലും ഈ ഉരുളൻകിഴങ്ങുമ്പോൾ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതൊട്ടും ഓയിലിലേക്ക് ഒട്ടും മിക്സ് ആയിട്ടില്ല. പിന്നെ തീ ഇടയ്ക്ക് കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കുക. ഞാനിവിടെ തീ പതുക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരെണ്ണം എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഉരുളൻകിഴങ്ങ് ഫ്രൈ ചെയ്തെടുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാം. ഈ ഉരുളൻകിഴങ്ങ് വറുത്തെടുത്തേക്കണ ഈ ഓയിലിൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കാം. അപ്പോൾ ഇത്രയ്ക്ക് ഓയിൽ ആവശ്യമില്ല. ഞാൻ കുറച്ച് ഓയിൽ മാറ്റാം. ഇത് റെഡിയാക്കാൻ പോണതിന് മുമ്പായിട്ട് നമുക്ക് കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചില്ലിൻ്റെ ഗ്ലാസ്സിന് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഇതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ ഓയിൽ നല്ല ചൂടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കണ സവോള ഉണ്ടല്ലോ, അത് ചേർക്കാം. ഈ സവോള ഒന്ന് വാടിയിട്ട് വരണം. ഒന്ന് വാടി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഈ സവോള നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. പിന്നെ ഇത് ഇതേപോലെ ആക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഓയിലൊക്കെ വേണം. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഇപ്പോൾ സവോള നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അങ്ങനെ കാണുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല പച്ചയായിട്ടിരിക്കണ അത്രയ്ക്കാണ്ട് ഫ്രഷ്നെസ് ഉണ്ടാവില്ല. ചെറുതായിട്ടൊന്ന് വാടി പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം സവോളയുടെ ഒപ്പം ചേർക്കണ്ട. കാരണം സവോളയുടെ അത്രയ്ക്ക് അങ്ങോട്ട് വാടേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കൊക്കെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വാടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു പൊട്ട ടേസ്റ്റ് വരും. ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സോസ് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം.
സോയാ സോസ് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും ചേർക്കാം. 2 നുള്ള പഞ്ചസാരയും ചേർക്കാം. ഒരു പൊടിക്ക് ഉപ്പും ചേർക്കാം. ഒരുപാട് ഉപ്പ് ചേർക്കണ്ട. ഞാനിതിലേക്ക് ഇപ്പോൾ ഒരു നുള്ളിൻ്റെ അടുത്ത് മാത്രം ഉപ്പ് ചേർത്തിട്ടുള്ളൂ. കാരണം ഈ സോയാ സോസിൽ നല്ല ഉപ്പുണ്ടാവും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ആ സോസ് ചേർക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു ഇത്തിരി സമയം അങ്ങനെ കൂടുതൽ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീ പതുക്കെ ഒന്ന് കുറച്ച് വെച്ചോ. അത് കഴിഞ്ഞിട്ട് തീ നന്നായിട്ട് എന്തോരം കൂട്ടി വയ്ക്കാൻ പറ്റുമോ അത്രയ്ക്ക് നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഞാൻ അതിലേക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കണില്ല. അപ്പോൾ ഈ സോസ് എല്ലാവരും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ കോൺഫ്ലവർ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല, അത് ചേർക്കാം. അപ്പോൾ ചേർക്കാൻ പോകണമെങ്കിൽ മുമ്പ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർക്കാം. കാരണം ചിലപ്പോൾ അത് അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഇരിക്കും. തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് ആ വറുത്ത് വെച്ചേക്കണ ഉരുളൻകിഴങ്ങ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രം ഉരുളൻകിഴങ്ങ് വറുത്തത് ചേർത്താൽ മതി. തീ എപ്പോഴും നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. തീ അങ്ങനെ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക, ഈ സവോളയും ഈ ക്യാപ്സിക്കും ഒക്കെ അങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് വാടിപ്പോവും. അപ്പോൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുപ്പിൽ ഏത് ബർണറാണ് ഏറ്റവും വലിയ ബർണറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബർണറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ ഞാനത് എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തായിരുന്നാലും നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോകും. കാരണം ഈ ഉരുളൻകിഴങ്ങൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കണതുകൊണ്ട് തന്നെ ഉരുളൻകിഴങ്ങിൻ്റെ ഉള്ളിലേക്കൊന്നും അധികം ഉപ്പ് വേണ്ടി വരില്ല. അപ്പോൾ പിന്നെ സോയാ സോസിന് അത്യാവശ്യം നല്ല ഉപ്പാണല്ലോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ തിക്കായും വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു നുള്ള് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ നിങ്ങളതിനെ കാണിക്കുമ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓർഗാനിക് റെഡ് ഫുഡ് കളർ കിട്ടുകയാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഭയങ്കര തിക്കായിട്ട് വരണ്ട. ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര ഡ്രൈ ആയി പോവണ്ട. ഇനി നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ സോയാ സോസോ അല്ലെങ്കിൽ ചില്ലി സോസോ എന്തെങ്കിലും കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. പക്ഷേ നിങ്ങൾ ഉരുളൻകിഴങ്ങ് 1/2 കിലോ കറക്റ്റ് അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്തേക്കുന്ന എല്ലാ സോസുകളും കറക്റ്റായിട്ട് വരും. ഈ തീ ഓഫ് ചെയ്യുക. ഇതിലേക്ക് കുറച്ചും കൂടി മല്ലിയില ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാകും.